MDMA പിടിച്ചപ്പോൾ ആളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തപ്പം അവൻ കൂട്ടുകാരന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. രാത്രി ഞാനിത് പാക്ക് ചെയ്തപ്പോൾ അമ്മ വന്നായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റി. ഒരെണ്ണം മടിയിൽ കിടന്നു. അമ്മയെടുത്ത് നോക്കിയത്. അമ്മയെടുത്ത് നോക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നിൻ്റേതാണ്, ബൈക്കിന് മൈലേജ് കിട്ടുന്നതിന് വേണ്ടി ഓയിലിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നീ നാളെ രാവിലെ 10 മണിയാകുമ്പോൾ വരണം. അമ്മ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറയണം. അവൻ്റെ മൊബൈലിലെ ചാറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ മെസ്സേജാണ്. അതുപോലെ തന്നെ ആൺകുട്ടികളൊക്കെ കണ്ണെഴുതുന്ന ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. കണ്ണ് തൂങ്ങാന്ന് പറയും നമ്മൾ ചിലപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കിനും. അത് അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ണെഴുതുന്നത്. ചിലപ്പം നമ്മുടെ കുട്ടികൾ രാത്രി 7 മണിക്ക് ശേഷം പുറത്ത് പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ഇവിടെ തന്നെ പലരെയും കാണാറുണ്ട്. രാത്രി 1 മണിക്കും 2 മണിക്കും ചായ കുടിക്കാൻ നമ്മൾ തടഞ്ഞു നിർത്തി ചോദിക്കുമ്പം ചായ കുടിക്കാൻ പോകുന്നതാണെന്ന് പറയുന്നത്. പക്ഷെ നമുക്കൊരിക്കലും അവരെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് ചായ കുടിക്കാൻ പോകുന്നത് ചോദിക്കാൻ പോവോ? ചോദിക്കാൻ പറ്റില്ല. പക്ഷെ പേരൻസിന് ചോദിക്കാൻ സാധിക്കും. നമ്മളൊക്കെ ഒരു രാത്രി 9 മണിക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കുന്ന ഒരു സ്വഭാവമില്ല. പക്ഷെ ഇന്നത്തെ നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികൾ രാത്രി 2 മണിക്കും 3 മണിക്കുമാണ് ആഹാരം കഴിക്കുന്നത്. നമ്മൾ അതിനകത്തൊരു ചിന്ത നമ്മളിൽ തന്നെ വരണം. 7 മണിക്ക് ശേഷം നമ്മുടെ കുട്ടികൾ പുറത്ത് പോകണ്ട എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാകണം. കുട്ടികളെ ഏറ്റവും കൂടുതൽ അവരുടെ കൂട്ടുകെട്ടുകളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ കുട്ടികൾ മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ആ റൂം നമ്മൾ ചെക്ക് ചെയ്യാറില്ല, നോക്കാറില്ല. ആ കുട്ടികൾ ആ റൂമിൽ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അറിയില്ല. ഞങ്ങൾക്ക് തന്നെ അനുഭവമുണ്ട്. ഞങ്ങളൊരു കുട്ടിയെ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുമ്പം MDMA പിടിച്ചു. MDMA പിടിച്ചപ്പോൾ ആളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തപ്പം അവൻ കൂട്ടുകാരന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. രാത്രി ഞാനിത് പാക്ക് ചെയ്തപ്പോൾ അമ്മ വന്നായിരുന്നു. ബാക്കിയെല്ലാം ഞാൻ പെട്ടെന്ന് എടുത്ത് മാറ്റി. ഒരെണ്ണം മടിയിൽ കിടന്നു. അമ്മയെടുത്ത് നോക്കിയത്. അമ്മയെടുത്ത് നോക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, നിൻ്റേതാണ്, ബൈക്കിന് മൈലേജ് കിട്ടുന്നതിന് വേണ്ടി ഓയിലിനകത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നീ നാളെ രാവിലെ 10 മണിയാകുമ്പോൾ വരണം. അമ്മ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ പറയണം. അവൻ്റെ മൊബൈലിലെ ചാറ്റ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ മെസ്സേജാണ്. പക്ഷേ ആ പാവപ്പെട്ട അമ്മയെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് എന്ന് തിരിച്ചറിയാൻ ആ അമ്മയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വസ്തുത. അന്ന് ആ അമ്മ അത് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ പിന്നീട് അവൻ അതിലേക്ക് ചിലപ്പോൾ മാറിപ്പോവുകയില്ലായിരുന്നു. നമ്മളെല്ലാം ലഹരികൾ പഠിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. ലഹരിയുടെ ബാലപാഠങ്ങളെല്ലാം പഠിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. അച്ഛനോ സഹോദരനോ വീട്ടിൽ മറ്റാരെങ്കിലോ മദ്യപിച്ച് കണ്ടു വളരുന്ന കുട്ടികൾ അച്ഛൻ ചെയ്യുന്ന പ്രവർത്തികൾ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ചിന്ത ഉള്ളിലേക്ക് വരും. നമ്മൾ പറയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ലെന്ന്. പണ്ടത്തെ കൂട്ടല്ല. നമ്മുടെ കുട്ടികൾ അനുകരണശീലമുള്ളവരാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അവർ ചെയ്യുവാൻ തന്നെ അവർ ശ്രമിക്കും. നമ്മൾ ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്നത് അച്ഛൻ വലിക്കുന്ന കാണിക്കുകയാണെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ പേപ്പർ വലിച്ച് അച്ഛൻ വലിക്കുന്നതൊട്ട് അനുകരിച്ച് നോക്കും. സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അനുകരിച്ച് നോക്കും. പക്ഷേ നമ്മളെല്ലാവരും സിനിമയിലെ നല്ല വശങ്ങൾ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള വസ്തുത. നമ്മൾ അതിലെ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്യും. നല്ല വശങ്ങൾ എപ്പോഴും നമ്മൾ ഒഴിവാക്കി തന്നെ നിർത്തും. നിങ്ങളുടെ കുട്ടികൾ